കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മൂന്നാർ ദേവികുളം റൂട്ടിൽ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം മണ്ണിടിച്ചിലിൽ ലോറി അപകടത്തിൽപ്പെട്ട് മരിച്ച ഗണേശന്റെ കുടുംബത്തിന് സർക്കാർ സഹായങ്ങൾ വൈകുന്നു. പ്രകൃതി ദുരന്തത്തിൽ മരണപ്പെട്ട് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ₹1 പോലും കുടുംബത്തിന് സർക്കാർ സഹായമായി പ്രഖ്യാപിച്ചിട്ടില്ല. പ്രതിഷേധവുമായി മുമ്പോട്ടു പോകുമെന്നാണ് കോൺഗ്രസിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് മൂന്നാർ ബൊട്ടാണിക്കൽ ഗാർഡന് സമീപം വലിയ തോതിലുള്ള മണ്ണിടിച്ചിലുണ്ടായത്. ഈ സമയം തമിഴ്നാട്ടിൽ നിന്നും ലോഡുമായി വന്ന ലോറി അപകടത്തിൽപ്പെടുകയും വാഹനമോടിച്ചിരുന്ന ചിത്രപുരം സൗത്തിൽ താമസിക്കുന്ന മൂന്നാർ അന്തോണിയാർ നഗർ സ്വദേശി ഗണേശൻ മരണപ്പെടുകയുമായിരുന്നു. എന്നാൽ മരണപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഗണേശന്റെ കുടുംബത്തെ നേരിട്ട് കാണുകയോ വേണ്ട സഹായങ്ങൾ പ്രഖ്യാപിക്കുകയോ ചെയ്തിട്ടില്ല. வண்டிக்கு போனாலே அதனால நாங்களே கடவுள வாங்கி தான் அந்த வண்டி வாங்கணும். இப்போ வண்டியும் போயிடுச்சு, என் வீட்டுக்காரும் இல்லை. எனக்கு ஒரு மகன் 2 பிள்ளைங்க இருக்காங்க. வேற எங்களுக்கு வேற வழி பிழைக்கிறதுக்கு வேற வழி இல்லை. அந்த வண்டி வச்சு தான் சாப்பிட்டோம். இது ரெண்டுமே இப்போ எங்களுக்கு இல்லை. അതേസമയം പ്രകൃതി ദുരന്തത്തിൽപ്പെട്ട് മരണപ്പെട്ടയാളുടെ കുടുംബത്തിന് സർക്കാർ ധനസഹായം പ്രഖ്യാപിക്കാത്തതിനെതിരെ ശക്തമായ പ്രതിഷേധവും ഉയരുന്നുണ്ട്. വിഷയത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നെൽസൺ ആവശ്യപ്പെട്ടു. ഉരുൾപൊട്ടലുണ്ടായ അപകടത്തിൽ മരണപ്പെട്ട ഗണേശന് ഇതുവരെ ദേശീയ ദുരന്ത അതോറിറ്റിയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടോ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എത്രയും വേഗം ഈ കുടുംബത്തിന്, ഗണേശൻ്റെ കുടുംബത്തിന് സ്റ്റേറ്റ് ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് പ്രഖ്യാപിക്കേണ്ട ആ തുക എത്രയും വേഗം പ്രഖ്യാപിക്കണമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ. ദുരന്ത നിവാരണ നിയമപ്രകാരം ധനസഹായത്തിന് അർഹതയുള്ള കുടുംബത്തെ അവഗണിക്കുന്ന നിലപാട് തുടർന്നാൽ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ, മൂന്നാർ.